നമസ്കാരം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി, ഇമ്മ്യൂണോളജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങൾ കോട്ടയത്തും, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം ന്യൂട്രീഷണൽ മെഡിസിൻ, വൈറ്റാമിൻ തെറാപ്പി എന്നുള്ള വിഷയത്തിലെ ഒരു ഘടകത്തെ പറ്റിയാണ്. നേരത്തെ ഒരു മുൻ എപ്പിസോഡിൽ, അത് കണ്ടില്ലാത്തവർക്ക് നമ്മളുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ തെറാപ്പി എന്നുള്ളൊരു വിഷയം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഉയർന്നു വരുന്ന ഒരു ബ്രാഞ്ചാണ് വൈറ്റാമിൻ തെറാപ്പി അഥവാ ന്യൂട്രീഷണൽ മെഡിസിൻ. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ പോയിട്ടൊരു ബ്രീഫ് ട്രെയിനിങ് ഞാൻ അതിനകത്ത് എടുത്തതാണ്. ഇവിടെ ഇന്നും അത് പോപ്പുലർ ആയിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് ന്യൂട്രീഷണൽ മെഡിസിൻ? അതായത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, വൈറ്റമിൻസ് നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളാണ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്, പല വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻസ് നമുക്ക് ഫുഡിൽ കൂടെ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ സാഹചര്യത്തിൽ, ഇന്നത്തെ പൊല്യൂഷനിൽ, ഇന്നത്തെ കൃഷി രീതിയിൽ, പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗത്തിൽ, ഇന്നത്തെ ആർട്ടിഫിഷ്യൽ മനൂറിങ്ങിൽ, സ്റ്റോറേജിൽ, കാനിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സിൻ്റെ പരിണിത ഫലമായി അവയുടെ എല്ലാം വൈറ്റമിൻ കണ്ടൻ്റ് ആയതുകൊണ്ട് 90-80-90% പോയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. എല്ലാവരും പറഞ്ഞ് എനിക്ക് ഭക്ഷണത്തിൽ കൂടെ കിട്ടണം. വെളുത്ത ചോറും തൊടുകറിയും അച്ചാറും കഴിച്ചാൽ എവിടെ നിന്ന് ന്യൂട്രീഷൻ കിട്ടാനാണ്? എല്ലാവർക്കും ന്യൂട്രീഷൻ ഫുഡിൽ കൂടെ കിട്ടണം, നടക്കുകയില്ല. പ്രത്യേകിച്ച് ഒരു രോഗാവസ്ഥയിൽ, പ്രത്യേകിച്ചൊരു സ്ഥായിയായ ക്രോണിക് ഡിസീസിൽ സഫർ ചെയ്യുന്ന രോഗികളാണ് ഞാൻ കൂടുതലും നോക്കുന്നത്. ആസ്മയും ബന്ധപ്പെട്ട രോഗങ്ങളും, അലർജി. അങ്ങനെ ഒരു അവസരത്തിൽ ഇവർക്കൊരു പൂർണ്ണ ക്യൂർ കിട്ടാനും ആ കിട്ടിയ ക്യൂർ മെയിൻറ്റെയിൻ ചെയ്ത് സ്ഥായിയായി മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ തെറാപ്പി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. കഴിഞ്ഞ 20-25 വർഷമായിട്ട് എൻ്റെ എല്ലാ ചികിത്സയ്ക്ക് വരുന്ന രോഗികളിലും വൈറ്റാമിൻ തെറാപ്പി ഞാൻ കൊടുക്കും. ഇപ്പോൾ ഒരു 3 മാസമോ 6 മാസമോ ഒരു കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഹൈ ഡോസ് വൈറ്റമിൻസ് കൊടുക്കും. കാരണം മുലപ്പാലിൽ കൂടി ആ കുട്ടിക്ക് അത് കിട്ടും. അത്രയ്ക്ക് സ്പെസിഫിക്കായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് 100% കേസുകളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. രോഗി സഹകരിച്ചാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ അതൊരു തെറാപ്യൂട്ടിക് ഡോസ്, അത് നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻ കൊടുക്കുന്ന അതേ ലെവലിൽ വർക്ക് ചെയ്യാനാണ് നമ്മളിവിടെ വൈറ്റമിൻ തെറാപ്പി എന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ മെറ്റീരിയൽസ് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം വൈറ്റമിൻ എയെ പറ്റിയാണ്. എല്ലാ വൈറ്റമിൻസിൻ്റെയും ആദ്യത്തെ ലിസ്റ്റിലാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ വേറൊരു പ്രിക്കഴ്സർ ഫോമാണ് ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത്. ബീറ്റാ കരോട്ടിൻ റെറ്റിനോളായി, അത് കഴിഞ്ഞിട്ടാണത് ഫുൾ വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. ഈ വൈറ്റമിൻ എയുടെ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ആവശ്യം എന്ന് നമുക്ക് ചിന്തിക്കാം. അതായത് പ്രധാനമായിട്ട് എപ്പിത്തീലിയൽ സ്ട്രെങ്തനിങ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഒരു ലൈനിങ് ഉണ്ട്. സ്കിൻ ഒരു ലൈനിങ്ങാണ്. കുടലിൻ്റെ ഉൾവശം, ശ്വാസകോശ കുഴലുകളുടെ, ബ്രോങ്കിയൽ ട്യൂബ്സിൻ്റെയും മൂക്കിൻ്റെ എല്ലാ ഉൾവശം, സൈനസുകളുടെ, നമ്മുടെ സന്ധികളുടെ ഉൾവശം, ഇതിൻ്റെ എല്ലാ ഉൾവശം ലൈൻ ചെയ്തിരിക്കുന്ന ഒരു ലൈനിങ് ഉണ്ട്. ഒരു തുണി കൊണ്ടുള്ള ഒരു ലൈനിങ് കിട്ടുന്ന പോലത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു പൈപ്പിനകത്ത്. അതിനെയാണ് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറയും. ഈ എപ്പിത്തീലിയൽ ലൈനിങ്ങിൻ്റെ പ്രധാന ഘടകമാണ് വൈറ്റമിൻ എ. അതിൻ്റെ പൂർണ്ണതയിൽ, ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വൈറ്റമിൻ എ ആണ്. അപ്പോൾ അത് പോകുന്ന രോഗങ്ങളെല്ലാം വൈറ്റമിൻ എ ആവശ്യമുണ്ട്. ഇവിടെ ഞാനൊരു നിർവചനം പറയുകയാണ്. അതായത് അലർജിയെ പറ്റി ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ പറയുന്നത് ഇതാണ്: അലർജി ഈസ് എ ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലൈനിങ് മെംബ്രെയിൻസ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ എവിടെയൊക്കെ ലൈനിങ് മെംബ്രെയിൻസ് ഉണ്ടോ അവിടെയെല്ലാം സ്ഥായിയായ നീർക്കെട്ടൽ വരുന്നതിനെയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര എസെൻഷ്യലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ലൈനിങ് മെംബ്രെയിന് ഡാമേജ് വരുന്നു, അതിനെ റിപ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാന റിപ്പയറിങ് വസ്തു വൈറ്റമിൻ എ ആണ്. അതുകൊണ്ട് എൻ്റെ ഇൻവേരിയബിളി എല്ലാ പേഷ്യൻസിലും, അത് ത്വക്ക് രോഗമാകട്ടെ, ശ്വാസകോശ രോഗമാകട്ടെ, അത് കുടൽ സംബന്ധമായ രോഗമാകട്ടെ, അല്ലെങ്കിൽ സന്ധി സംബന്ധമായ രോഗമാകട്ടെ, ഇവയ്ക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് വൈറ്റമിൻ എ. രണ്ടാമത്, ഇവയ്ക്ക് നമ്മുടെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്, അതായത് നമ്മുടെ അമിതമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും, അമിതമായിട്ട് ഫുഡ് അവിടെ ഉപയോഗിക്കുമ്പോഴും, നമുക്ക് ചില പോയിസണസ് മെറ്റീരിയൽസ് അകത്ത് ചെല്ലുമ്പോഴും, ഇവയ്ക്ക് രോഗാവസ്ഥയിലും ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴെല്ലാം നമ്മൾ ഇഷ്ടംപോലെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. അവയെ നശിപ്പിക്കുന്ന
അവയെ ഇല്ലാതാക്കുന്ന പ്രക്രിയയ്ക്കാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി കൂടുന്നതിൽ എല്ലാ വൈറ്റമിൻസിനും പങ്കുണ്ട്, എല്ലാ നല്ല ഫുഡ് മെറ്റീരിയൽസിനും പങ്കുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ എയ്ക്കും പങ്കുണ്ട്. ഈ അവസരത്തിൽ ഒരു കാര്യം തെളിച്ച് പറയുകയാണ്, ഏറ്റവും പ്രധാനമായ 2 വൈറ്റമിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി ഉള്ളത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയുമാണ്. പക്ഷേ അതിന് താഴെ വൈറ്റമിൻ എയ്ക്കും ഒരു നല്ല ശതമാനം പവറുണ്ട്. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമുക്ക് സുപ്രധാന പങ്കാണ് വൈറ്റമിൻ എ വഹിക്കുന്നത്. ത്വക്കിൻ്റെ ഗ്ലോയിങ്ങും അതുപോലെ ത്വക്കിൻ്റെ ഇൻറ്റഗ്രിറ്റിയും എല്ലാം മെയിൻറ്റെയിൻ, അത് എപ്പിത്തീലിയത്തിനകത്ത് വരുന്നതാണ്. ഇവയ്ക്കെല്ലാം വൈറ്റമിൻ എ ആവശ്യമുണ്ട്. വൈറ്റമിൻ എ നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി നമുക്ക് തരുന്നുണ്ട്. ഏതെല്ലാം മെറ്റീരിയൽസാണ് സാധാരണ നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നതെന്ന് ചിന്തിക്കാം. ഗ്രീൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇവയിലാണ് ഇലക്കറികൾ, അതുപോലെ തന്നെ ഗ്രീൻ കളേർഡ് തക്കാളി, ഇതിലെല്ലാം ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ പെസ്റ്റിസൈഡ്സും ഇതുമെല്ലാം തളിക്കുന്നതുകൊണ്ട് ഇവയുടെ ആ ഘടകങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലായിരിക്കില്ല നമുക്കത് കിട്ടുന്നത്. അവയ്ക്ക് ചില മാറ്റങ്ങൾ വരും, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ അവയ്ക്ക് കാര്യമായ പ്രയോജനം കിട്ടുകയില്ല. പിന്നെ മുട്ടയിലുണ്ട്, അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ മെറ്റീരിയൽസായ ലിവറിൽ, മീറ്റിൽ ഒക്കെ ഉണ്ട്, അത് ചെറിയ അളവിൽ അതെല്ലാം ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറ്റമിൻസ് 2 തരമുണ്ട്. ഒന്ന് ഫാറ്റ് സോലുബിൾ, അതായത് അവയ്ക്ക് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുന്നത് ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന വൈറ്റമിൻസാണ്. ADENK 4 വൈറ്റമിൻസ് ഫാറ്റ് സോലുബിളാണ്. ബാക്കിയുള്ളവ BC അതുപോലെയുള്ള എല്ലാം വാട്ടർ സോലുബിൾ വൈറ്റമിൻസാണ്. അതാണ് പലരും പറയും ബി കോംപ്ലക്സ് ഗുളിക കഴിക്കുമ്പോൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂർ കഴിഞ്ഞ് മൂത്രം ഒഴിച്ച് ധാരാളം മഞ്ഞ നിർത്തി പോകും. അത് മിച്ചമുള്ളത് പോകുന്നതാണ്. പലരും പേടിച്ച് വന്ന് ചോദിക്കാറുണ്ട്. അത് മിച്ചമുള്ള വൈറ്റമിൻസ് നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ള എടുത്തതിന് ശേഷം മിച്ചമുള്ളത് പോകുന്നതാണ് അങ്ങനെ മൂത്രത്തിൽ കൂടെ പോകുന്നത്. അപ്പോൾ വൈറ്റമിൻസ് ഫാറ്റ് സോലുബിളാണ്. അതുകൊണ്ട് അവയ്ക്ക് നിയന്ത്രിതമായ അളവിൽ ഒരു കറക്റ്റ് ഡോസ്, ഓരോ രോഗത്തിനും പറ്റിയ അളവിൽ ഒരു അലോപ്പതി വിഷഗുരൻ്റെ കീഴിൽ മാത്രമേ അവ എടുക്കാവൂ. രോഗികൾ ഒരിക്കലും അക്രോസ് ദ കൗണ്ടറിൽ പോയി മേടിച്ചിട്ട് തോന്നിവാസം കഴിക്കാൻ പാടില്ല. ഞാനും രോഗികൾക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യും, പറയും കൃത്യമായ ഡോസ് ഒന്നുമല്ല, 3 മാസം കഴിക്കാൻ പറയും, അല്ല 4 മാസം കഴിക്കാൻ പറയും, അതിനുശേഷം ഡോസ് കുറയ്ക്കും, അതിനുശേഷം അത് ബ്രേക്ക് കൊടുക്കും, പിന്നെ 6 മാസം കഴിഞ്ഞ് 2ാമത് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ വളരെ കാര്യമായിട്ട് അവയെപ്പറ്റി അവയ്ക്ക് ഷെഡ്യൂളിംഗ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ 100% പ്രയോജനം കിട്ടുകയുള്ളൂ. എന്തെല്ലാം രോഗാവസ്ഥയിലാണ് ഇനി ഇവയ്ക്ക് ഒരു ചികിത്സാ ഡോസിൽ, തെറാപ്യൂട്ടിക് ഡോസിൽ കൊടുക്കേണ്ടത്? ആദ്യമായിട്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ഡോസ് എത്രയാണെന്ന് പറയും. ഇതിനെ IU എന്നൊരു ഡോസിലാണ് അറിയപ്പെടുന്നത്, ഇൻ്റർനാഷണൽ യൂണിറ്റ്സ്. സാധാരണ എറൗണ്ട് അഡൽസിന് 5000 ഇൻ്റർനാഷണൽ യൂണിറ്റാണ് നമ്മുടെ ഒരു ദിവസത്തെ ഇതിൻ്റെ റിക്വയർമെൻറ്റ്. അത് ശരീരത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി അത്രയും ആവശ്യമുള്ളൂ. പക്ഷേ ഒരു രോഗാവസ്ഥ വരുമ്പോൾ, ഒരു ത്വക്ക് രോഗം വന്നു, ഒരു കുടൽ രോഗം വന്നു, ശ്വാസകോശ രോഗങ്ങൾ വന്നു, പ്രത്യേകിച്ച് ആസ്മ പോലത്തെ ആസ്മ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ആസ്മ കൂടുന്ന അല്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനാണ് COPD എന്ന് പറയും, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിന് പോലും ഹൈ ഡോസിൽ അതിനാണ്ട് വളരെയധികം പരീക്ഷണം നടത്തിയവർ പറയുന്നതാണ് 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ യൂണിറ്റ്സ് ഒരു ദിവസം വെച്ച് 3 മാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ചില അനുഭവങ്ങൾ എനിക്കുണ്ട്, വളരെയധികം വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെയാണ് പ്രധാന യൂസുകൾ എന്ന് പറഞ്ഞാൽ. കുടലിലെ രോഗങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ IBS എന്ന് പറയുന്ന രോഗമുണ്ട്, കൊളൈറ്റിസ് ഉണ്ട്, അതുപോലെ സ്ഥായിയായ വയറ്റിളക്കം വരുന്ന രോഗങ്ങൾ, അതെല്ലാം ഇൻഫ്ലമേഷൻസാണ്. അവയ്ക്കെല്ലാം ഒരു 50,000 മുതൽ 1 ലക്ഷം 2 ലക്ഷം വരെ യൂണിറ്റ് ഒരു 3 മാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള വൈറ്റമിൻസോട് കൂടി വളരെയധികം പ്രയോജനം എൻ്റെ നിരീക്ഷണങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ശ്വാസകോശ രോഗങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആസ്മ റിലേറ്റഡ് ഡിസോർഡേഴ്സിൽ, സൈനസൈറ്റിസ്, ഇവയ്ക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. ഹൈ ഡോസിൽ കൊടുക്കണം. അത് അറിവുള്ള ഒരു ഡോക്ടർ, അലോപ്പതിക് ഡോക്ടറുടെ കീഴിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് ഇവ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറാത്ത തലവേദന, അങ്ങനെയുള്ള ചില ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാൻ, നമ്മളത് യൂണിറ്റ്സ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ അതിന് പ്രിസ്ക്രൈബ്ഡ് ടൈമുണ്ട്, അത്രയും മാസങ്ങൾ മാത്രമേ നമ്മളത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് രോഗം വിട്ടുപോകാൻ, പ്രത്യേകിച്ച് സ്ഥായിയായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വൈറ്റമിനാണ് വൈറ്റമിൻ. എൻ്റെ ആസ്മ, അലർജി, ഇമ്മ്യൂണോളജി പ്രാക്ടീസിൽ വിവരിക്കാൻ പാടില്ലാത്ത അത്ര ബെനിഫിറ്റ് എനിക്കിതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രിക്കേഴ്സറായ, അതായത് ഏത് വൈറ്റമിനിൽ നിന്നാണോ, ഏത് മെറ്റീരിയലിൽ നിന്നാണോ വൈറ്റമിൻ എ ഉണ്ടാകുന്നത്, അതിനെ ബീറ്റാ കരോട്ടിൻ എന്ന് പറയും. ആ കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. ആ ബീറ്റാ കരോട്ടിനും പിന്നെ
അൻഡോക്സിൻ എന്നൊക്കെ പറയുന്ന ഗുളികകളുണ്ട്. അവയും നമ്മൾ നല്ല ഡോസിൽ, പ്രത്യേകിച്ച് മുഖക്കുരു പോലത്തെ രോഗങ്ങൾ പല പെൺകുട്ടികളും വരാറുണ്ട്, അവയ്ക്കൊക്കെ വളരെയധികം പ്രയോജനമാണ് ഇതോട് അല്പം മറ്റുള്ള ന്യൂട്രിയൻ മെറ്റീരിയൽസോട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു വിഷയം എന്നോടുണ്ട്. ഞാൻ ഈ വൈറ്റമിൻസ് എഴുതുമ്പോൾ, ഡോക്ടർ ഇത് കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഫുഡിൽ നിന്നല്ല കിട്ടേണ്ടത്. ഫുഡിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ നോർമൽ മെയിൻ്റനൻസിന് പോലുള്ള ഇന്ന് കിട്ടുന്നില്ല. ഇന്നത്തെ പ്രത്യേക അവസ്ഥയിൽ ഇന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം, ഈ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ ഗാഡ്ജറ്ററീസും അല്ലെങ്കിൽ ഈ ടവറും എല്ലാം വന്നതിന് ശേഷം അവയ്ക്ക് പോലും നമ്മുടെ പ്ലാന്റ് ലൈഫിലും അല്ലെങ്കിൽ അവയുടെ ഘടകങ്ങളിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിൽ വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇത് പ്രിസർവ് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും. അതുകൊണ്ട് ഒരിക്കലും ഒരു ചികിത്സയ്ക്ക് വരുമ്പോൾ അഡീഷണൽ വൈറ്റമിൻസ് കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ ക്യൂർ കിട്ടുകയും അതിനുശേഷം നിങ്ങൾക്ക് ഒരു ആരോഗ്യമായ അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഉള്ളൂ. ഈ അവസരത്തിൽ സന്തോഷകരമായ കാര്യം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അതായത് എൻ്റെ അമ്മ ഇന്ന് 97 വയസ്സിൽ ജീവിച്ചിരിപ്പുണ്ട്. ആസ്മ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. 30 വർഷങ്ങളായിട്ട് 35 വർഷമായിട്ട് ഞാൻ തന്നെയാണ് അമ്മയെ നോക്കുന്നത്. ഒരു ദിവസം പോലും ഇതിൻ്റെ ഇടയ്ക്ക് രോഗം വർദ്ധിച്ച ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. വളരെ മിതമായ ഹോമിയോപ്പതി മരുന്നുകളും പിന്നെ അമ്മയ്ക്ക് കൊടുക്കുന്ന പ്രധാന 5 വൈറ്റമിൻസ് വർഷങ്ങളായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മ ഈ പ്രായത്തിൽ അമ്മയുടെ സ്വന്തം കാര്യങ്ങൾ, അതായത് കുളിക്കാനും അത്യാവശ്യം ഒരു ചായ വേണേലും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുകയും എല്ലാ കാര്യങ്ങളും വായിക്കുന്നുണ്ട്. ഒരു മൊബൈൽ കയ്യിലുണ്ട്, അത്യാവശ്യമുള്ളവരോട് സംസാരിക്കും. അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ആരോഗ്യം ഇന്നും നിലനിൽക്കുന്നതിൽ ഒരു സുപ്രധാന ഘടകം ഈ റെഗുലറായിട്ടുള്ള വൈറ്റമിൻ തെറാപ്പിയാണ്. എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികൾക്കും ഞാനത് കൊടുക്കും. ഞാനും എൻ്റെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ വൈഫും, ഞങ്ങൾ വേണ്ട ഒരു 6-7 വൈറ്റമിൻസ് കഴിഞ്ഞ 20 വർഷത്തിൽ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അത് മരണം വരെ അത് കഴിക്കും. അതുകൊണ്ടാണ് എന്നും പൂർണ്ണ ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. എന്നെ കാണുന്ന രോഗികൾക്കും പൂർണ്ണ ആരോഗ്യാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വൈറ്റമിൻ തെറാപ്പിക്ക് ഒഴിച്ചുകൂടാനാത്തൊരു പങ്കുണ്ടെന്നുള്ളത് ഇവിടെ ഞാൻ സന്തോഷത്തോടെ പ്രതിപാദിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പല എപ്പിസോഡുകളിലും മറ്റുള്ള വൈറ്റമിൻസിനെ പറ്റിയും അവയുടെ ഗുണങ്ങളും അവയ്ക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നതിനെ പറ്റിയും പ്രതിപാദിക്കുന്നതാണ്. ഈ സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. നന്ദി, നമസ്കാരം.